بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم بلغنا شهر رمضان ونحن في صحة وعافية، ووفقنا فيه للصيام والقيام وقراءة القرآن وللأعمال التي تحبها وترضى عنها. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ പേരുകളിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞ ഒരു പേരാണ് ഹഫീദ് എന്ന റബ്ബിൻ്റെ നാമം. സൂറത്ത് ഹൂദിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. ഇന്ന റബ്ബി, എൻ്റെ റബ്ബ് അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, സകല കാര്യങ്ങളും ഹിഫ്ള് ചെയ്യുന്നവനാണ്, സകലതും ഒന്നും വിട്ടുപോകാതെ സൂക്ഷിക്കുന്നവനാണ്. അതുപോലെ സൂറത്തു സബഇൽ അല്ലാഹു പറഞ്ഞു, വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, നിന്റെ റബ്ബ് സകല കാര്യങ്ങളും അതെല്ലാം ഹിഫ്ള് ചെയ്യുന്നവനാണ്. അല്ലാഹുവിൻ്റെ അൽ ഹഫീദ് എന്ന പേരിൽ ഉള്ള അല്ലാഹുവിൻ്റെ വിശേഷണം അവൻ്റെ ഹിഫ്ളാണ്. എന്താണ് അല്ലാഹുവിൻ്റെ ഹിഫ്ള് എന്നാൽ? അള്ളാഹുവിൻ്റെ ഹിഫ്ള് എന്നാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഒന്ന്, അള്ളാഹു സകല കാര്യങ്ങളും വിട്ടുപോകാതെ മറന്നുപോകാതെ അറിയുന്നവനും സൂക്ഷിക്കുന്നവനുമാണ് എന്നർത്ഥമാണത്. രണ്ടാമത്തേത്, അള്ളാഹു സംരക്ഷകനാണ്, അള്ളാഹുവിൻ്റെ കാവൽ, അള്ളാഹുവിൻ്റെ ഹിഫ്ള് എന്ന അർത്ഥമാണ്. ഈ രണ്ടർത്ഥത്തിലും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അള്ളാഹു വിശേഷിപ്പിക്കപ്പെട്ടതായി കാണാം, അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതായി കാണാം. യാഖൂബ് അലൈഹിസ്സലാം മക്കളെ മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, യൂസുഫിനെ നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും മക്കളെ പറഞ്ഞയക്കുമ്പോൾ യാഖൂബ് നബി പറഞ്ഞത് കാണാം, ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ. അള്ളാഹു ആണ് ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നവൻ, ഏറ്റവും നല്ല സംരക്ഷകൻ അവനാണ്. വഹുവ അർഹമുർ റഹീമീൻ, അള്ളാഹു കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടുള്ള അവൻ്റെ ഹിഫ്ള് എന്നാൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹു സകല കാര്യങ്ങളും ഒന്നൊഴിയാതെ അറിയുന്നവനാണ്. അവൻ അറിയാത്തതായി യാതൊന്നുമില്ല, അതെല്ലാം അവൻ കാത്തു സൂക്ഷിക്കുന്നു. അതിൻ്റെ വിപരീതമാണ് മറന്നുപോവുക എന്നത്. അള്ളാഹു അവനില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞ കാര്യമാണ് അവൻ മറക്കുകയില്ല എന്നത്. ലാ യദില്ലു റബ്ബി വലാ യൻസ. ലാ യദില്ലു റബ്ബി, എൻ്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല. വലാ യൻസ, എൻ്റെ റബ്ബ് മറന്നു പോവുകയുമില്ല. വമാ കാന റബ്ബുക നസിയ്യ, ഖുർആനിൽ കാണാം, വമാ കാന റബ്ബുക നസിയ്യ, നിന്റെ റബ്ബ് മറന്നു പോകുന്നവനല്ല. നോക്കൂ, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ നബിമാർ പരിചയപ്പെടുത്തിയ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ ബഹുഭൂരിപക്ഷവും അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ നബിമാർ
അവരുടെ ജനങ്ങളെ ഉണർത്തിയ റബ്ബിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും ഉണ്ടെന്ന് സ്ഥാപിക്കുന്ന വിശേഷണങ്ങളാണ്. അള്ളാഹു കരുണ ചൊരിയുന്നവനാണ്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്. ഇതെല്ലാം അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വിശേഷണങ്ങളാണ്. അള്ളാഹു അങ്ങനെയുള്ളവനല്ല, അള്ളാഹു ഇങ്ങനെയുള്ളവനല്ല എന്നിങ്ങനെ നിഷേധിച്ചു പറയുന്ന വിശേഷണങ്ങൾ സിഫാത്തുൽ മൻഫിയ എന്നതിന് പറയും. ഇത് നിങ്ങൾ ഖുർആനിൽ എടുത്തു നോക്കിയാൽ അള്ളാഹുവിന്റെ മുൻകാല നബിമാർ അവരുടെ ജനങ്ങളെ പഠിപ്പിച്ചത് എടുത്തു നോക്കിയാൽ വളരെ കുറവായിരിക്കും ഇല്ല എന്ന് പറയൽ. കാരണം ഇല്ല എന്ന് പറയൽ ഒരു പുകഴ്ത്തലല്ല പൊതുവെ, അതുകൊണ്ടൊന്നും സ്ഥാപിക്കപ്പെടുകയില്ല പൊതുവെ. അള്ളാഹു ആകട്ടെ പരിപൂർണമായ വിശേഷണങ്ങളുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഇല്ല എന്ന് പറഞ്ഞ ഇടങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം അത് വളരെ കുറവായിരിക്കും. ഇനി ഇല്ല എന്ന് അള്ളാഹുവിനെ കുറിച്ച് ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ നേർ വിപരീതമായ കാര്യം പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട് എന്ന അർത്ഥം അവിടെ എല്ലാം കാണാം. ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, അള്ളാഹു ലോകരോട് അതിക്രമം ഉദ്ദേശിക്കുകയില്ല. വമാ വലംനാഹും, നാം അവരോട് അതിക്രമം ചെയ്തിട്ടില്ല. അള്ളാഹു അക്രമം അനീതി ചെയ്യുകയില്ല, നിഷേധിച്ചു പറയുകയാണ്. അക്രമം എന്ന സിഫത്ത് അള്ളാഹുവിനില്ല എന്ന് പറയുകയാണ്. അവിടെ കേവലം നിഷേധമല്ല ഉള്ളത്, നിരാകരണമല്ല ഉള്ളത്, മറിച്ച് അതിന്റെ നേർ വിപരീതം. അള്ളാഹു പരിപൂർണമായ നീതിയുള്ളവനാണ്. അള്ളാഹു പരിപൂർണമായ നീതിയുള്ളവനാണ്. അവിടെ ആ കാര്യമുണ്ട്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല, മറിച്ച് അവന്റെ പരിപൂർണമായ ഹയാത്ത്, പരിപൂർണമായ അവന്റെ ഖയ്യൂമിയത്ത് അതിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ഹയാത്ത് എന്നാൽ നമ്മുടെ ജീവിതം പോലെയല്ല. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ അവന്റെ ഹയാത്തിന് കോട്ടം തട്ടുന്ന ഉറക്കമോ മയക്കമോ യാതൊന്നും തന്നെ റബ്ബിനെ ബാധിക്കുകയില്ല. ഇങ്ങനെ മാത്രമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനെക്കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞ വിശേഷണങ്ങളിൽ കാണാൻ കഴിയും. ഈ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനെ കുറിച്ച് അവൻ അങ്ങനെ ചെയ്യുകയില്ല ഇങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അത് എപ്പോഴും പുകഴ്ത്തലാവുകയില്ല, എപ്പോഴും അത് പുകഴ്ത്തലാവണം എന്നില്ല. നോക്കൂ, ലാ യദില്ലു റബ്ബി വലാ യൻസ, എന്റെ റബ്ബ് അവന് തെറ്റിപ്പോവുകയില്ല, അവന് മറന്നു പോവുകയില്ല. അള്ളാഹുവിന്റെ പരിപൂർണമായ അറിവും പരിപൂർണമായ അവന്റെ ഹിഫ്ളും അതിന്റെ മറുവശമായി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അള്ളാഹു നമ്മൾ മറന്നുപോയ നമ്മുടെ അമലുകൾ പോലും കാത്ത് സൂക്ഷിച്ചു വെച്ചവനാണ്, അത് രേഖപ്പെടുത്തിയവനാണ്. അഹ്സാഹുല്ലാഹു വനസൂഹു, ഖുർആനിൽ അള്ളാഹു പറയുന്നു അഹ്സാഹുല്ലാഹ്, അള്ളാഹു അത് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു, അതിന്റെ കണക്ക് റബ്ബിന്റെ കയ്യിലുണ്ട്. വനസൂഹു, എന്നാൽ അവർ മറന്നുപോയിരിക്കുന്നു. ചെയ്ത ആളുകൾ മറക്കുക, ചെയ്ത നമ്മൾ മറക്കുക, അള്ളാഹു മറക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ആണ് പറയുന്നത്, നമ്മുടെ തിന്മകൾ നാം മറന്നതും ഓർമ്മയുള്ളതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും തമാശയായി ചെയ്തതും ഗൗരവത്തിൽ ചെയ്തതും എല്ലാത്തിൽ നിന്നും തൗബ ചെയ്യണം. തൗബ, അത് ശരിയായ തൗബ എന്നാൽ എന്താണ്? എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നുമുള്ള തൗബയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മഗ്ഫിർ ലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അല്ലാഹുമ്മഗ്ഫിർ ലി, അല്ലാഹു എനിക്ക് പുറത്തു തരണമേ, ദംബി കുല്ലഹു, എൻ്റെ മുഴുവൻ തിന്മകളും, അവ്വലഹു വആഖിറഹു, ആദ്യത്തേതും അവസാനത്തും, ദിഖ്ഖഹു വജില്ലഹു, അതിലെ ചെറുതും വലുതും,
വഅലാനിയതഹു വസിറഹ്, അതിലെ പരസ്യവും രഹസ്യവും എല്ലാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു. അത്തഹിയാത്തിന്റെ അവസാനം നമ്മൾ ചൊല്ലുന്ന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലെ ആ പ്രാർത്ഥനയിൽ വന്ന വാചകങ്ങൾ നോക്കൂ നിങ്ങൾ. എത്ര ശ്രേഷ്ഠമായ പാപമോചന പ്രാർത്ഥനയാണ്. എന്താണ് അതിൽ പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു, അല്ലാഹുവേ ഞാൻ മുൻകൂട്ടി ചെയ്തതും അതുപോലെ ഞാൻ നീട്ടിവെച്ചതും ഞാൻ പിന്നിലേക്ക് വെച്ചതും എല്ലാവിധത്തിലുള്ള എന്റെ തിന്മകളും റബ്ബേ നീ എനിക്ക് പുറത്തു നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി. മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു, രഹസ്യവും പരസ്യവും. മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു, ഞാൻ അതിരുവിട്ട് ചെയ്തു പോയത്. വമാ അൻത അഅലമു ബിഹി മിന്നി, നീ എന്നെ കുറിച്ച് അറിയുന്നതെല്ലാം, നമുക്ക് മറന്നത് അല്ലാഹുവിന് അറിയുന്നത്. ഇങ്ങനെ തൗബ ചെയ്യണം എന്നാണ്. കാരണം എന്താണ്? തൗബ പലതും നമ്മൾ നീട്ടിവെച്ചിട്ടുണ്ടാവും, അത് മറ്റൊരു തിന്മയാണ്. തൗബ ചെയ്യേണ്ട വേറൊരു തിന്മയാണ് എന്ത്? തൗബ നീട്ടിവെക്കുക എന്നത്. കാരണം തൗബ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ നിങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. തൗബ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, തൗബ ചെയ്യാത്തവരാണ് അക്രമികൾ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൗബ വൈകിപ്പിക്കുക മറ്റൊരു തിന്മയാണ്. ആ തിന്മ കൂടി അള്ളാഹു നമുക്ക് പുറത്തു തരണമെങ്കിൽ എന്ത് വേണം? എല്ലാ തെറ്റുകളിൽ നിന്നും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങണം. കാരണം അള്ളാഹു നാം മറന്നുപോയ അമലുകൾ മറക്കാത്തവനാണ്. അഹ്സാഹുല്ലാഹു വനസൂഹ്. ഇങ്ങനെ സകല കാര്യങ്ങളും ഈ ലോകത്തുള്ള സകലതും അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൂടാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നീയത്തുകൾ, ഇതൊന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ രേഖപ്പെടുത്തി വെച്ചവനാണ് റബ്ബ്. എവിടെയും ഇതൊന്നും ആയി പോവുകയില്ല. പറഞ്ഞ വാക്കുകൾ അവിടെ ഉണ്ട്, ചെയ്ത പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട്, മനസ്സിലുദ്ദേശിച്ച നീയത്തുകൾ അവിടെ ഉണ്ട്. എല്ലാം അള്ളാഹു ഹിഫ്ള് ചെയ്യുന്നു. റബ്ബത് നഷ്ടപ്പെട്ടു പോകാതെ അവൻ സൂക്ഷിച്ചു വെക്കുന്നു. അവന്റെ ഹിഫ്ളിന്റെ ഒരു അസറാണ്, അതിന്റെ ഫലമായിട്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ത് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് അള്ളാഹു സകലതും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയത്. ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു സകലതും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ പേര് തന്നെ എന്താണ്? മഹ്ഫൂദ്. മഹ്ഫൂദായ ഒരു ലൗഹാണത്. ലൗഹ്, ലൗഹ് എന്നാൽ ഒരു ഫലകമാണ്. ലൗഹ് എന്നാൽ ഒരു ഫലകമാണ്. അതിലെ എഴുത്ത് പ്രകാശം കൊണ്ടാണ് എന്നാണ്. അതിലെ എഴുത്ത് പ്രകാശം കൊണ്ടുള്ള എഴുത്താണ്. സുബ്ഹാനല്ലാഹ്. അതിൽ അള്ളാഹു സകലതും രേഖപ്പെടുത്തിയിരിക്കുന്നു. വകുല്ലു ശൈഇൻ ഫഅലൂഹു ഫി സുബുർ വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ. വകുല്ലു ശൈഇൻ, സകല കാര്യങ്ങളും, ഫഅലൂഹു അവർ ചെയ്തിട്ടുള്ള സകലതും ഫി സുബുർ, അതെല്ലാം ഏടിലുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വകുല്ലു സഗീരിൻ വകബീരിൻ, ചെറുതോ വലുതോ ആയ ഏത് കാര്യമാകട്ടെ, മുസ്തതർ, അതെല്ലാം എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. മുസ്തതർ, അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. രേഖയാണ്. സകലതും അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, അവന്റെ ഹിഫ്ളിന്റെ ഭാഗമാണ് അള്ളാഹു അവന്റെ മലക്കുകളെ അടിമകളുടെ പ്രവർത്തനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഏൽപ്പിച്ചു എന്നത്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, ഓരോരുത്തർക്കുമേലും ഒരു ഹാഫിദുണ്ട്, രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ, നിങ്ങൾക്കുമേൽ നിങ്ങളുടെ അമലുകൾ സൂക്ഷിച്ചു വെക്കുന്ന മലക്കുകളുണ്ട്, മാന്യന്മാരായ എഴുത്തുകാർ. അള്ളാഹുവിന്റെ ഹിഫ്ള് കൊണ്ടാണ് അവൻ അത് മലക്കുകളെ ഇത് രേഖപ്പെടുത്താൻ ഏൽപ്പിച്ചത്. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയുന്നു, അതിന്റെ കണക്കറിയുന്നു, അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ, അത് കൂടുന്നതും കുറയുന്നതും, അതിന്റെ പ്രതിഫലം അല്ലാഹുവിനറിയാം. തിന്മകൾക്ക് ചെയ്തത് തെറ്റാണ് എങ്കിൽ അതിന്റെ ശിക്ഷയെക്കുറിച്ച്, എന്ത് ശിക്ഷയാണതിന് അവൻ എത്ര ശിക്ഷക്കാണ് അവൻ അർഹനായിട്ടുള്ളത്,
അള്ളാഹുവിനറിയാം. അതും അള്ളാഹു റബ്ബുൽ ആലമീൻ സൂക്ഷിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ അറിവുകൊണ്ട് അവൻ സകലതും ഹിഫ്ള് ചെയ്തിരിക്കുന്നു, സകലതും അവൻ സംരക്ഷിച്ചിരിക്കുന്നു, വിട്ടുപോകാതെ അള്ളാഹു കാത്തു സൂക്ഷിക്കുന്നു എന്ന ഹിഫ്ളാണ് അള്ളാഹുവിന്റെ അൽ ഹഫീർ എന്ന പേരിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഒരു ഹിഫ്ള് അതാണ്. രണ്ടാമത്തെ ഹിഫ്ള് എന്താണ്? അള്ളാഹുവിന്റെ കാവലാണ്, അള്ളാഹു നൽകുന്ന സംരക്ഷണമാണ്. അള്ളാഹു അവന്റെ പടപ്പുകളെ, അവൻ പടച്ച അവന്റെ മഖ്ലൂഖാത്ത്, അതിനെ സംരക്ഷിക്കുന്നവനാണ്. ആകാശത്തെ അവൻ താഴേക്ക് പതിക്കാതെ പിടിച്ചു നിർത്തുന്നു. ഭൂമിയിൽ നമ്മൾ ആണ്ടുപോകാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നു. ഓരോ സൃഷ്ടിയും അള്ളാഹു നിശ്ചയിച്ച അവധി വരെ അത് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ, അല്ലെങ്കിൽ അതിന്റെ സ്ഥലത്ത് നിലനിൽക്കാൻ അള്ളാഹു അതിനെ സംരക്ഷിക്കുന്നതാണ്. അള്ളാഹു ഓരോരുത്തർക്കും നിശ്ചയിച്ച അവധി എത്തുന്നതുവരെ, അതിനു മുമ്പ് അത് നശിച്ചു പോകാതിരിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ പടപ്പുകളെ സംരക്ഷിക്കും. അതിനു മുമ്പ് അള്ളാഹു നിശ്ചയിച്ച അവധിക്ക് മുൻപ് ഒന്നും തന്നെ നീങ്ങിപ്പോവുകയോ നശിച്ചു പോവുകയോ വീണ് തകർന്നു പോവുകയോ ഒന്നും ചെയ്യുകയില്ല. ഈ സംരക്ഷണമാകട്ടെ, ഇത്രയും വലിയ പ്രപഞ്ചം ഇതിനെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല, അവനൊരു ഭാരവുമില്ല. വലാ യഊദുഹു ഹിഫ്ദുഹുമാ വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം. ആകാശങ്ങളെയും ഭൂമിയെയും ഹിഫ്ള് ചെയ്യുക, സംരക്ഷിക്കുക, 7 ആകാശങ്ങളെ സംരക്ഷിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക, അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല. വയുംസിക്കു സ്സമാഅ അൻ തഖഅ അലൽ അർദി ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹു ആകാശത്തെ ഭൂമിക്കുമേൽ പതിക്കാതിരിക്കാൻ പിടിച്ചു വെക്കുന്നു. അങ്ങനെ വിശ്വസിക്കണം, മനസ്സിലായില്ലേ? അള്ളാഹു ഭൂമിക്കുമേൽ പതിക്കാതിരിക്കാൻ ആകാശത്തെ പിടിച്ചു വെക്കുന്നു, അങ്ങനെ വിശ്വസിക്കണം, നിർബന്ധമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, മനസ്സിലായില്ലേ? അതിന് വിരുദ്ധമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്ന രൂപത്തിൽ ഏത് ശാസ്ത്രം എന്തു പറഞ്ഞാൽ അള്ളാഹു ആകാശങ്ങളെ പിടിച്ചു വെക്കുന്നു, ഭൂമിയിലേക്ക് അത് പതിക്കാതിരിക്കുക, അതുപോലെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളതാണ്. وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. അല്ലാഹു ആകാശത്തെ സംരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കിയിരിക്കുന്നു. വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ. അവരാകട്ടെ അതിന്റെ ആയത്തുകളെക്കുറിച്ച്, അതിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അവയെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നു. ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർദ അൻ തസൂലാ. ആകാശത്തെയും ഭൂമിയെയും അള്ളാഹു അതിന്റെ സ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ കാത്തു സൂക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു. അതെങ്ങാനും നീങ്ങിപ്പോയാൽ അവനല്ലാതെ ഒരാൾക്കും അതിനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ പ്രവിശാലമായ ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമെല്ലാം റബ്ബിന്റെ ഹിഫ്ളിലാണ് പോകുന്നത്, അള്ളാഹുവിന്റെ കാവലിലാണ് പോകുന്നത്. അവന്റെ ആ കാവലിന്റെ ഭാഗമാണ്, അവന്റെ ഹിഫ്ളിന്റെ ഭാഗമാണ് അവന്റെ ദീൻ അവൻ സംരക്ഷിക്കുന്നു എന്നത്. അവന്റെ കിതാബ്, അവന്റെ ഖുർആൻ അവൻ സംരക്ഷിക്കുന്നു എന്നത്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ, ഈ ദിക്ർ, ഈ ഉത്ബോധനം നാമാണ് അവതരിപ്പിച്ചത്. വഇന്നാ ലഹു ലഹാഫിദൂൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ്. ഖുർആനിൽ ആർക്കും മാറ്റത്തിരുത്തലുകൾ വരുത്താൻ സാധിക്കാത്ത രൂപത്തിൽ, അതിനെ മൂടിവെക്കാനോ നശിപ്പിച്ചു കളയാനോ സാധിക്കാത്ത രൂപത്തിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ ശത്രു തീരുമാനിക്കുകയാണ്, നാട്ടിലെ ഖുർആൻ മുഴുവൻ, ഈ ലോകത്തെ ഖുർആൻ ഒന്നാകെ നശിപ്പിച്ചേക്കാം, ആരും ഇനി ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് ഒരാൾ തീരുമാനിച്ചാൽ സാധിക്കുകയില്ല, അതിന് സാധിക്കുകയില്ല, ഒരാൾക്കും അതിന് സാധിക്കുകയില്ല. പഴയകാലത്ത് സോവിയറ്റ് റഷ്യയിൽ നിരീശ്വരവാദികളായ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളെ ഈ രൂപത്തിൽ അവരുടെ കിതാബുകളും മറ്റും
വായിക്കാൻ അനുവദിക്കാതെ ഉപദ്രവിക്കുകയും അവരുടെ കിതാബുകൾ ഖുർആനും മറ്റും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ തടഞ്ഞവരും നശിപ്പിച്ചവരുമൊക്കെ മണ്ണോട് മണ്ണ് ചേർന്നു. അള്ളാഹുവിന്റെ ഖുർആൻ മുമ്പത്തെക്കാൾ നല്ല രൂപത്തിൽ ആ നാടുകളിൽ പ്രചരിക്കുന്നു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന്റെ വേളയിൽ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് കഴിയുമ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇബ്നു ഉസൈമീനാണെന്ന് മനസ്സിലായ ഉടനെ അവർ വിങ്ങി വിങ്ങി കരയുകയാണ്. അവർ വല്ലാത്ത കരച്ചിൽ കരയുകയാണ്. ചോദിച്ചപ്പോൾ എന്താണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, സോവിയറ്റ് റഷ്യയിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിക്കാനോ മനസ്സിലാക്കാനോ ഭരണകൂടം അനുവദിക്കാതെ അങ്ങനെ ചെയ്യുന്നവരെ കഠിനമായി പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ കൊന്നുകളയുകയോ മറ്റോ ചെയ്യും, ജയിലിലടക്കുകയോ മറ്റോ ചെയ്യും. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അവർ ഭൂമിക്കടിയിൽ ഭൂഗർഭ അറകളുണ്ടാക്കി അവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കാലങ്ങൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ പുസ്തകം അവർ പഠിച്ചിരുന്നു. ഷെയ്ഖിനെ അവർക്കറിയില്ല. ഈ അനുഭവമുള്ളവർ ഹജ്ജിനിടയിൽ ആ മഹാപണ്ഡിതനെ നേരിൽ കണ്ടപ്പോൾ കരയുകയാണ് അവർ. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ അത് സംരക്ഷിതമാണ്. ഒരാൾക്കും അത് തകർത്ത് കളയാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കിതാബ് അത് മഹ്ഫൂദാണ്. അള്ളാഹു അതിനെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു ഹക്കായ ദീനിൽ യാഥാർത്ഥ്യമായ ഒരു കാര്യം അത് ഒരു പർവ്വതത്തിന്റെ കൊടുമുടിയിലാണ് എങ്കിൽ പോലും അള്ളാഹു അതിനെ വെളിച്ചത്ത് കൊണ്ടുവരും എന്നാണ്. അള്ളാഹു അതിനെ വെളിച്ചത്ത് കൊണ്ടുവരും. ഹക്കിന്റെ സത്യത്തിന്റെ ആളുകൾ ചില സന്ദർഭങ്ങളിൽ കുറവായേക്കും, പക്ഷെ സത്യമൊരിക്കലും അത് ആരും അറിയാതെ മറഞ്ഞു നിൽക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനാൾ വരെ വിജയിച്ച കക്ഷി നിലനിൽക്കുമെന്ന ഹദീസിൽ അതിന് സൂചനയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ് വഹും അലാ ദാലിക്. അന്ത്യനാൾ വരെ ഒരു വിഭാഗം ഹഖിനു മുകളിൽ ഉണ്ടായിരിക്കും, തെളിഞ്ഞു നിൽക്കുമെന്ന്. ളാഹിരീന അലൽ ഹഖ്, അവരുടെ കാര്യം അത് ആരും അറിയാതെ പോവുകയില്ല, മറിച്ച് ഹഖ് എപ്പോഴും തെളിഞ്ഞു നിൽക്കും എന്നത് ആ ഹദീസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അതിന് സൂചനയുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ സത്യം എന്ന് പറയുന്നത്, യഥാർത്ഥ വഴി എന്നത് ആരും അറിയാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല, മറിച്ച് അത് അന്വേഷിക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇന്ന് നോക്കൂ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ, റബ്ബിന്റെ പരിശുദ്ധ ദീൻ അത് നാടുകളിൽ അൽഹംദുലില്ലാഹ് അത് വ്യാപകമാണ്. അന്വേഷിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്കും എത്ര തന്നെ തിന്മകളും അതുപോലെ വഴികേടുകളും ശുബ്ഹാത്തും ഒക്കെ ഉണ്ട് എങ്കിലും അതിനിടയിൽ ഒരു തെളിനീരുറവ പോലെ അള്ളാഹുവിന്റെ യഥാർത്ഥ ദീൻ കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സത്യത്തിനുമേൽ ഒരു വെളിച്ചമുണ്ടായിരിക്കും. അള്ളാഹു ഉദ്ദേശിച്ചവന് അത് കാണാൻ സാധിക്കും. നോക്കൂ, കൊടിയ ഫിത്നയുമായി വലിയ കുഴപ്പങ്ങളുമായി മസീഹു ദജ്ജാൽ വന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾക്ക് അവന്റെ നെറ്റിയിൽ കാണുമാറ് അടയാളം ബാക്കി വെച്ചു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഫ് ഫാ റാ, അങ്ങനെ കാഫിർ എന്നവന്റെ നെറ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. മുഅ്മിനുകൾ മുഴുവൻ അത് വായിക്കും. കിതാബി ഗൈറു കിതാബി, എഴുത്തും വായനയും അറിയുന്നവനും അറിയാത്തവനും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സത്യം നമുക്ക് പഠിപ്പിച്ചു തന്നില്ല എങ്കിൽ, ഈ യഥാർത്ഥ വഴിയിലേക്ക് അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലേക്ക് അള്ളാഹു നമ്മെ നയിച്ചില്ല എങ്കിൽ, ആരാണ് സഹോദരങ്ങളെ അതിലേക്ക് നമ്മെ നയിക്കുക? ആരാണ് നമുക്ക് ആ വെളിച്ചം കാണിച്ചു തരിക? അള്ളാഹുവാണ് അത് കാണിച്ചു തന്നത്. അള്ളാഹുവാണ് അതിലേക്ക് നമ്മെ നയിച്ചത്. സ്വർഗവാസികൾ അതാണ് പറയുക, അൽഹംദുലില്ലാഹില്ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. ഇതിലേക്ക് നമ്മെ നയിച്ച അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും.
അള്ളാഹു ഇതിലേക്ക് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിലെത്തിച്ചേരാൻ നമുക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതിൽ പിന്നീട് ആളുകൾ ദീനിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ബിദ്അത്തും വേർതിരിച്ചു മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ, സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി അതുപോലെ വിശ്വസിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ സാധിക്കുക എന്നത് സുബ്ഹാനല്ലാഹ് ഇക്കാലത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചിലർ ഇസ്ലാം എന്ന അനുഗ്രഹത്തിന് അതിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അല്ല, അത് മാത്രമല്ല ഇസ്ലാമിലും സുന്നത്തിലും നമ്മെ ഉൾപ്പെടുത്തിയതിന്, ഇസ്ലാമിലും അഹ്ലു സുന്നത്തിന്റെ വഴിയിലും നമ്മെ ഉൾപ്പെടുത്തിയതിന് അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. ചില താബിഈകൾ പറഞ്ഞതുപോലെ എനിക്കറിയില്ല അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏതാണ് ഏറ്റവും വലുത്. അതിലൊന്നായി അദ്ദേഹം എണ്ണിയത് എന്താണ്, ഖാരിജികളിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയില്ല എന്നത്. ഒരു പിഴച്ച അങ്ങേറ്റത്തെ ബിദ്അത്തിന്റെ കക്ഷികളാണ് ഖവാരിജികൾ. അവരിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയത് ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ എണ്ണുകയാണ്. അവരിൽ എന്നെ അള്ളാഹു ഉൾപ്പെടുത്താത്തത് ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ എണ്ണുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ബിദ്അത്തിന്റെ കക്ഷികളിൽ ഉൾപ്പെട്ടു പോകാതിരിക്കുക അള്ളാഹുവിന്റെ വലിയ കാവലാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാവലാണ്. നോക്കൂ, അള്ളാഹു അവന്റെ കിതാബ് അത് സംരക്ഷിക്കുന്നു. അതുപോലെ റബ്ബിന്റെ ഹിഫ്ളാണ് അവന്റെ അടിമകളെ അവർക്ക് പ്രയാസകരമാകുന്ന കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന അള്ളാഹുവിന്റെ ഹിഫ്ൾ. അള്ളാഹു ആ ഹിഫ്ൾ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ ഹിഫ്ൾ എന്ന് പറയുന്നത് രണ്ട് ഇനമുണ്ട്. ഒന്ന് ആം, മറ്റൊന്ന് ഖാസ്. ഒന്ന് ആം. ആം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കുമുള്ള ഹിഫ്ളാണ്, സകലർക്കും, മുസ്ലിമിനും കാഫിറിനും ബർറിനും ഫാജിറിനും നല്ലവനും മോശക്കാരനും ഒക്കെ അള്ളാഹു നൽകുന്ന ഒരു ഹിഫ്ളുണ്ട്, ഒരു കാവലുണ്ട്. എന്താണ്? അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകി, വെള്ളം നൽകി, അതിനുള്ള വഴി അള്ളാഹു അവർക്ക് എളുപ്പമാക്കി. അവരുടെ ദുനിയാവിൽ അവർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ കണ്ടെത്താനും നേടിയെടുക്കാനും ഒക്കെ ഉള്ള ഒരു ഹിദായത്ത് അള്ളാഹു അവർക്ക് നൽകി. റബ്ബുന അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നമ്മുടെ റബ്ബാരാണ് എല്ലാ പടപ്പുകളെയും അവക്ക് അതിന്റെ സൃഷ്ടിപ്പ് രൂപം നൽകുകയും സുമ്മ ഹദാ, എന്നിട്ട് അതിന് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവർ. നോക്കൂ നിങ്ങൾ, ഇതുപോലുള്ള കെട്ടിടങ്ങൾ പണിയാൻ, വാഹനങ്ങൾ ഉണ്ടാക്കാൻ, അതിൽ കയറി സഞ്ചരിക്കാൻ, അത്യാവശ്യമുള്ള ജോലികൾ ചെയ്യാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്താൻ, അതങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് ചെയ്യാൻ, കൃഷി ചെയ്യാൻ, അതിന് വെള്ളം നനക്കാൻ, അല്ലെ കടലിൽ നിന്ന് ലഭിക്കുന്ന നമ്മൾ കഴിക്കുന്ന രുചികരമായ ചില ഭക്ഷണമുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അള്ളാഹു അതിനുള്ളിൽ ഇത്രയും രുചികരമായ ഒരു വസ്തുവുണ്ട്, അതുകൊണ്ട് ഇത്ര രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്നില്ല എങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് അത് കണ്ടെത്താൻ സാധിക്കുക? കാരണം അത് കണ്ടാൽ പുറമേക്ക് കാണാൻ ഒരു ഭംഗിയുമില്ല, പുറമേക്ക് കാണാൻ ഒരു ആകർഷണവും അതിലില്ല. പക്ഷെ അങ്ങനെയുള്ള ചില വസ്തുക്കൾ കടലിൽ നിന്നും മറ്റും നമ്മളെടുത്ത് അത് മുറിച്ച് അതിനുള്ളിലുള്ളത് ഉപയോഗിക്കുന്നു, ഒരു രുചികരമായ ഭക്ഷണം നമ്മൾ അതിലൂടെ കഴിക്കും. ആരാണ് ഈ വഴി കാണിച്ചു തന്നത്? അള്ളാഹു കാണിച്ചു തന്നതാണ്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ? അല്ല, അല്ലാത്തവർക്കുമുണ്ട്. ഒരുപാട് കണ്ടെത്തലുകൾ, മനുഷ്യൻ നേടിയെടുത്ത ദുനിയാവിന്റെ സൗകര്യങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണത്. അവന്റെ ഹിദായത്തിന്റെ ഭാഗമാണ്, അതുപോലെ അവന്റെ ഹിഫ്ളിന്റെ ഭാഗമാണ്. കാരണം അതിന് എതിരായതാണ് സംഭവിച്ചതെങ്കിൽ പല ഉപദ്രവങ്ങളും അവർക്കുണ്ടാവും. ഭക്ഷണം ലഭിച്ചില്ല, വെള്ളം ലഭിച്ചില്ല, ജോലിയില്ല, കൃഷിയില്ല എങ്കിൽ ഉപദ്രവകരമായ പലതും മനുഷ്യന് ഏൽക്കേണ്ടി വരും. റബ്ബിന്റെ ഹിഫ്ളാണ്, ആമായ ഹിഫ്ൾ, സകല മനുഷ്യർക്കുമുള്ള ഹിഫ്ൾ. പക്ഷേ അത് പരലോകത്ത് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന മുഅ്മിനായി ജീവിച്ചു മരിക്കാത്തവന് ദുനിയാവിലെ ഈ അനുഗ്രഹങ്ങൾ അവന് ശിക്ഷയായി തീരും. അവന്റെ ശിക്ഷക്കുമേൽ ശിക്ഷ വർദ്ധിക്കാനുള്ള കാരണമായി തീരും. ശിക്ഷക്കുമേൽ ശിക്ഷ വർദ്ധിക്കാനുള്ള കാരണമായി തീരും. കാരണം ഇതെല്ലാം നൽകിയ റബ്ബിനെ അവൻ മറന്നു കളഞ്ഞു. ഇതെല്ലാം നൽകിയ റബ്ബിനോടുള്ള ബാധ്യത അവൻ നിറവേറ്റിയില്ല. നോക്കൂ നിങ്ങൾ, ഇതാണ് ആമായ അള്ളാഹുവിന്റെ ഹിഫ്ൾ. റബ്ബ് പറഞ്ഞു, ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യന്റെ മുന്നിലും പിന്നിലും കാവൽക്കാരായി മലക്കുകളുണ്ട്. അവന് ഒരു ഉപദ്രവം വരുമ്പോൾ അതിൽ നിന്ന് മലക്കുകൾ കാക്കുന്നു.
അള്ളാഹു അവനത് ഏൽക്കണം എന്ന് ബാധിച്ചാൽ മാത്രമേ അത് ബാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മലക്കുകൾ സംരക്ഷിക്കും. നോക്കൂ നിങ്ങൾ, മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ചു നൽകിയതാണിത്. മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ചു നൽകിയതാണിത്. അതേസമയം രണ്ടാമത്തെ ഹിഫൽ അത് ഖാസായ ഹിഫലാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലാണ് അത്. അള്ളാഹുവിന്റെ വലിയകൾക്ക്, അവന്റെ ഇഷ്ടമിത്രങ്ങൾക്ക്, അവന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന ഹിഫലാണ്. ആ ഹിഫൽ എന്നാൽ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഹിഫലിന്റെ കൂടെ അത് മുസ്ലിമിനുമുണ്ട്, കാഫിറിനുമുണ്ട്. അള്ളാഹുവിന്റെ വലിയനുമുണ്ട്, അദുവിനുമുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടദാസനുമുണ്ട്, അള്ളാഹുവിന്റെ ശത്രുവിനുമുണ്ട്. അതിന്റെ കൂടെ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ കാവൽ. അള്ളാഹു അവരുടെ ഈമാൻ കാത്തുരക്ഷിക്കുന്നു. അത് നഷ്ടപ്പെട്ടു പോകാതെ, പാഴായി പോകാതെ, രാവിലെ മുസ്ലിമായി വൈകുന്നേരം കാഫറായി പോകാതെ, വൈകുന്നേരം മുസ്ലിമായി രാവിലെ കാഫറായി പോകാതെ, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഈമാനും കുഫറും മാറി മറിയുന്ന കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാലത്തും അല്ലാത്ത കാലത്തും അള്ളാഹു ഈമാൻ സംരക്ഷിച്ചു നിർത്തുന്നു. റബ്ബിന്റെ വലിയ കാവലാണ്. നമ്മുടെ ശരീരവും മക്കളും സമ്പത്തും വീടും വാഹനവും ഒക്കെ അള്ളാഹു കാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിലപ്പുറം അള്ളാഹു കാത്തു രക്ഷിക്കണമെന്ന്, സൂക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? ഈമാനാണ്. അതുമായി അത് ഉള്ളിലുണ്ടായിരിക്കെ റൂഹ് ശരീരത്തിൽ നിന്ന് പോയാലല്ലാതെ രക്ഷയില്ല. റൂഹ് പിടികൂടപ്പെടുന്നതിന് തൊട്ടു മുൻപ്, അതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ഈമാൻ നഷ്ടപ്പെട്ടു പോയാലോ സുബ്ഹാനല്ലാഹ്, ഖസിറ ദുനിയ വൽ ആഖിറ, ഇരു ലോകവും തുലഞ്ഞുപോകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹിഫ്ള് അത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ അത് സംരക്ഷിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ ഹിഫ്ളാണ്. പ്രിയ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ ഹിഫ്ള് വേണോ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്റെ മുന്നിലിരിക്കുന്ന പ്രായം കൂടിയവരോടും കുറഞ്ഞവരോടും ഒക്കെ ഞാൻ പറയട്ടെ, ഈ ഹിഫ്ള് അള്ളാഹു നൽകണോ? നമ്മുടെ ഈമാൻ അള്ളാഹു സംരക്ഷിച്ച് ഈമാനോടെ മരിച്ചു പോകണോ? പേടിക്കണ്ട, നിങ്ങൾ അതിൽ ബേജാറാകണ്ട. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതി. അള്ളാഹുവിനെ സൂക്ഷിച്ചവനെ അള്ളാഹു കൈവിടുകയില്ല, ഒരു സംശയവുമില്ല കാര്യത്തിൽ. അള്ളാഹുവിനെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ച് ജീവിച്ച ഒരുവനെ, അവൻ ഇത്രയും വർഷം അള്ളാഹുവിന് സുജൂദ് ചെയ്ത് ആളുകൾ കാണുകയും അല്ലാത്തപ്പോഴും റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ട് ഒടുവിൽ അള്ളാഹു അവന്റെ ഈമാൻ ഊരിയെടുത്ത് കളയുക എന്നത് ഒരിക്കലും കരീമായ റബ്ബ് ചെയ്യുകയില്ല. അങ്ങനെ വിചാരിക്കരുത് റബ്ബിനെ പറ്റി. അള്ളാഹുവിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾ സൂക്ഷിച്ചോ. അള്ളാഹുവിന് വേണ്ടിയാണോ ജീവിച്ചത്? റിയാഇന്റെ അതുപോലെ രഹസ്യമായ തിന്മകളുടെ കലർപ്പ് ഹൃദയത്തിലില്ലേ? പേടിക്കേണ്ടതില്ല. അതുണ്ടോ? ഭയപ്പെടണം. അതുണ്ട് എങ്കിൽ, റിയാ ഉണ്ട്, ആളുകളെ കാണിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ രഹസ്യമായി ആളുകളില്ലാതിരിക്കെ അള്ളാഹുവിന്റെ ഹുർമാത്ത്, അവൻ പവിത്രമാക്കിയ കാര്യങ്ങൾ ലംഘിക്കുന്ന സ്വഭാവമുണ്ടോ? ഭയപ്പെടണം. ഈമാൻ ഊരിയെടുക്കപ്പെടാൻ, കാഫറായി മരിച്ചു പോകാൻ വലിയ സാധ്യതയുണ്ട്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവനോട് ധാരാളമായി തൗബ ചെയ്ത് മടങ്ങുക, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം തേടുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ രക്ഷിക്കും. എന്തിൽ നിന്നാണ് അള്ളാഹു ഈമാൻ രക്ഷിക്കുക? കുഫറിൽ നിന്ന്, ശുബ്ഹത്തുകളിൽ നിന്ന്. ശുബ്ഹത്തുകൾ, ദീനിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുന്ന ശുബ്ഹത്തുകൾ, സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് തെറ്റിച്ചു കൊണ്ടുപോകുന്ന ശുബ്ഹത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും. അതുപോലെ ഫിത്നകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ സംരക്ഷിക്കും. നശിപ്പിച്ചു കളയുന്ന ഷഹവാത്തിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും. ഷഹവാത്ത് അത് വളരെ വ്യാപിച്ച, അങ്ങേറ്റം അത് ആളുകൾക്കിടയിൽ കടന്നുകൂടിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നസ്അലുല്ലാഹി ആഫിയ വസ്സലാമ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഷഹവാത്ത് നമ്മുടെ കുട്ടികളെ കാർന്നു തിന്നുന്ന, ഇന്നലെ വരെ അള്ളാഹുവിന്റെ ദീൻ സൂക്ഷിച്ച് ദീനിന്റെ അടയാളങ്ങളുമായി ജീവിച്ചവരെ ഇന്ന് അവരിൽ പലരെയും കാണുന്നത് അടയാളങ്ങൾ വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ്. നേരത്തെ അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്നവർ, ഹറാമുകളിലേക്ക് നോക്കാതിരുന്നവർ, കണ്ണും കാതുമെല്ലാം അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് സൂക്ഷിച്ചവർ അതിലേക്ക്
ചാഞ്ഞു പോകുന്ന, ദീൻ മറന്നു പോകുന്ന, നിസ്കാരം ഉപേക്ഷിക്കുന്ന, പലിശയിലേക്ക്, വൃത്തികേടുകളിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, സംഗീതത്തിലേക്ക് ഒക്കെ പോകുന്ന അവസ്ഥയിൽ പലരെയും നമ്മൾ കാണുന്നു. സല്ലല്ലാഹു ആഫിയ. അതുകൊണ്ട് സഹോദരൻ, അതിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച അവന്റെ നല്ലവരായ അടിമകളെ അതിൽ നിന്ന് അവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകും. വല്ലതും അങ്ങനെ ബാധിച്ചു പോയാലും വേഗം തൗബയിലേക്ക് അള്ളാഹു അവരെ നയിക്കും. ലമസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ആ മുഅ്മിനുകൾക്ക് പിശാചിന്റെ വല്ല ദുഷ്പ്രേരണയും ഏറ്റാൽ അവർ ചിന്തിക്കും, ആലോചിക്കും. ഫഇദാ ഹും മുബ്സിറൂൻ. അപ്പോഴത് അവർ ഉൾക്കാഴ്ചയുള്ളവരായിത്തീരുന്നു, ബോധം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ആരാണ്? അവൻ അബദ്ധം പറ്റിയാൽ വേഗം തിരുത്തുന്നവനാണ്, കാര്യബോധത്തിലേക്ക് വരുന്നു. എന്താണ് ഞാൻ ഈ ചെയ്തു പോയത് എന്നാലോചിക്കുകയും അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകും. അള്ളാഹു അവരെ ജിന്നുകളിലും ഇൻസുകളിലും പെട്ട ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. ജിന്ന് വർഗത്തിൽപ്പെട്ട ശത്രുക്കളാകട്ടെ, പിശാചുക്കളാകട്ടെ, മനുഷ്യരിലെ ശത്രുക്കളാകട്ടെ, അള്ളാഹു അവർക്ക് കാവലേകും. അള്ളാഹു അവരെ സഹായിക്കും. അള്ളാഹു അവർക്ക് ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, അവരുടെ കെണികളിൽ നിന്ന് അള്ളാഹു അവരെ തടുത്തു നിർത്തും. അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു. അള്ളാഹു മുഅ്മിനുകൾക്ക് പ്രതിരോധം തീർക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആയത്ത് നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു മുഅ്മിനുകൾക്ക് പ്രതിരോധം തീർക്കുന്നതാണ്. അള്ളാഹു അവർക്കത് നൽകുക അവർക്കുള്ള ഈമാൻ അനുസരിച്ചായിരിക്കും. അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിന്റെ പ്രതിരോധം. ഇവിടെ സഹോദരങ്ങളെ, എന്തെങ്കിലും ഉപദ്രവങ്ങൾ ആളുകളിൽ നിന്ന് ഉണ്ടായാൽ അള്ളാഹുവിന്റെ ഹിഫ്ളിൽ നിന്ന് അവൻ പുറത്തുപോയി എന്ന് വിചാരിക്കരുത്. കാരണം അതും അള്ളാഹുവിന്റെ ഹിഫ്ളിന്റെ ഭാഗമായിരിക്കും. കാരണം അവൻ എപ്പോഴും വിജയത്തിലായാൽ ഒരു പക്ഷെ അവൻ അഹങ്കാരിയായി തീരാനിടയുണ്ട്, അവൻ അക്രമിയായി പോകാനിടയുണ്ട്. അതേസമയം അള്ളാഹു ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചില പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിച്ചാൽ വിനയമുള്ളവനായി തീരും. അള്ളാഹുലേക്ക് അവൻ കേണു മടങ്ങും, അവൻ അതിക്രമിയാവുകയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ അപകടം കൊണ്ട് അള്ളാഹു അവനെ പരീക്ഷിച്ചത് അവന്റെ ഹിഫ്ളിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ കാവലിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മുഅ്മിനുകളെ അള്ളാഹു ഉഹദിൽ പരീക്ഷിച്ചതുപോലെ, അവർക്ക് പ്രയാസങ്ങൾ ഏൽക്കാൻ അള്ളാഹുവിന്റെ വിധി ഉണ്ടായതുപോലെ. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത്. പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അള്ളാഹുവിന്റെ കാവൽ അവൻ എടുത്തു കളഞ്ഞു എന്നതിനുള്ള സൂചനയല്ല. മറിച്ച് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അള്ളാഹുവിന്റെ ഹിഫ്ളിന്റെ, അവന്റെ കാവലിന്റെ ഭാഗമായിരിക്കാം. നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സൂക്ഷിക്കുക. എങ്കിൽ അള്ളാഹു നമ്മെ കാത്തുകൊള്ളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് നൽകിയ ഉപദേശത്തിലുള്ളതുപോലെ, ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്ക. ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. യഹ്ഫദ്ക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. സംരക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിൽ, നിന്റെ ദീനിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ സന്താനങ്ങളിൽ അള്ളാഹു നിനക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും റബ്ബിന്റെ കാവലുണ്ടാകും. അതാണ് ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്ക. ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്ക, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിച്ച ദുആയിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ-അഫ്വ വൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ എന്ന് തുടങ്ങുന്ന ദുആയിൽ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. അല്ലാഹുമ്മ ഇഹ്ഫദ്നി, അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണമേ. മിൻ ബൈനി യദയ്യ, എൻ്റെ മുൻഭാഗത്ത് എനിക്ക് വല്ല അപകടങ്ങളോ സംഭവിക്കുന്നതിൽ നിന്ന്. അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി, പിന്നിൽ നിന്ന്. വഅൻ യമീനി വഅൻ ശിമാലി, വലതുഭാഗത്തുനിന്നു ഇടതുഭാഗത്തുനിന്നു. വമിൻ ഫൗഖി, മുകൾ ഭാഗത്തുനിന്നു. വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി, നിന്റെ മഹത്വം മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു, താഴ്ഭാഗത്തുകൂടെ ഞാൻ നശിപ്പിക്കപ്പെടുന്നതില്ല, താഴ്ഭാഗത്തുകൂടെ ശിക്ഷകൾ എനിക്ക്, അപകടങ്ങൾ എനിക്ക് വരുന്നതിൽ നിന്ന്. അള്ളാഹുവിനോടാണ് ഹിഫ്ള് ചോദിക്കേണ്ടത്.
നോക്കൂ, റബ്ബിന്റെ ഹിഫ്ള് ലഭിക്കാൻ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞവയെ സൂക്ഷിക്കുക. അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞവയെ സൂക്ഷിക്കുക. അള്ളാഹു ഖുർആനിൽ നോക്കൂ നിങ്ങൾ, മുഅ്മിനുകളുടെ സ്വഭാവമായി, അവരുടെ പൊതു സ്വഭാവമായി, അവരുടെ പൊതു രീതിയായി പറഞ്ഞിരിക്കുന്നു, വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. അവർ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ സൂക്ഷിക്കുന്നവരാണ്. അള്ളാഹു അതിർവരമ്പുകൾ നമുക്ക് ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നതേ നോക്കാവൂ, ഇന്നതേ പറയാവൂ, ഇന്നതേ കേൾക്കാവൂ, ഇന്നതേ ചെയ്യാവൂ, ഇന്നേടത്തെ കയറിപ്പോകാവൂ. ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കാകരുത്. ഒറ്റക്കായാൽ മൂന്നാമത് അവിടെ ആരുണ്ടാകും? പിശാചുണ്ട്. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന അതിർവരമ്പാണ്. അതുപോലുള്ള ഹിഫ്ളുകൾ, അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പാലിക്കുക. ഇന്നത്തെ കാലത്ത് പണ്ഡിതന്മാരിൽ പലരും സ്ത്രീ പുരുഷന്മാർ ഒരു സ്ഥലത്ത് ഒറ്റക്കാകുന്നത് പോലെയാണ് എന്നും, അല്ല ചില സന്ദർഭങ്ങൾ അതിനേക്കാൾ അപകടമാണ് എന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അന്യ പുരുഷന്മാരും സ്ത്രീകൾ, അന്യനായ ഒരു ആണും പെണ്ണും തമ്മിൽ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങളൊക്കെ ചാറ്റ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് കാണാം, ഇത് ഖൽവത്താണ്. ആ പെണ്ണുമായി ഒരു സ്ഥലത്ത് മറ്റാരുമില്ലാതെ ഒറ്റക്കാകുന്നത് പോലെയാണ്. വേറെ ചിലർ പറഞ്ഞു, അല്ല ചില സന്ദർഭത്തിൽ അതിനേക്കാൾ അപകടമാണ്. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രദ്ധിക്കണം. പിശാച് നമ്മെ നേർക്ക് നേരെ ആയിരിക്കുകയില്ല ചിലപ്പോൾ തിന്മയിലേക്ക് കൊണ്ടുപോവുക, ചിലപ്പോൾ കൊണ്ടുപോവുക ഒരു ന്യായമായ ആവശ്യത്തിന് പുറത്തായിരിക്കും. ചിലപ്പോ ദീൻ പഠിച്ച ഒരാളോട്, ഒരു പുരുഷനോട് ഒരു സംശയം ചോദിക്കാനായിരിക്കും ഒരു പെണ്ണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നത്. അദ്ദേഹം മറുപടി കൊടുക്കും, രണ്ടാമതൊരു മറുപടി ചോദ്യം അയക്കും, ബന്ധം വളരും. പിന്നെ ചിലപ്പോൾ ഈ പെണ്ണ് ഇയാളോട് പറയുക ഭർത്താവിനെ കുറിച്ചിന്റെ പരാതികളായിരിക്കും, അയാളുടെ കുഴപ്പങ്ങളായിരിക്കും. ഇയാളുടെ മറുപടികളിൽ ചിലപ്പോൾ ഇയാൾ വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ വളരെ മാന്യനായ ഏറ്റവും നല്ലൊരു ഭർത്താവാണെന്ന് തോന്നിപ്പിക്കുന്ന മറുപടികൾ ചിലപ്പോൾ ഇവൾക്ക് ഇയാൾ അയച്ചേക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പിന്നെന്തായിരിക്കും സംഭവിക്കുക? ഇതുപോലെ പിശാച് മനുഷ്യനെ അപകടങ്ങളിലേക്ക്, കെണികളിലേക്ക് കൊണ്ടുപോവുക ഒറ്റയടിക്കായിരിക്കുകയില്ല. അവൻ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞ് നിന്നെ ഒരു വ്യഭിചാരത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള തിന്മകളിലോ പെടുത്താനുള്ള പണി ഇന്ന് തുടങ്ങും. അവന്റെ കുതന്ത്രങ്ങൾ വളരെ വലുതാണ്. അത് തിരിച്ചറിയുന്നവനാണ് മുഅ്മിൻ. എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കുക, അള്ളാഹു പറഞ്ഞിടത്ത് നിൽക്കുക. ഒരു പെണ്ണിന് പുരുഷനോട് സംശയം ചോദിക്കാനുണ്ടോ? ഏറ്റവും നല്ലത് പുരുഷനെ കൊണ്ട് ചോദിപ്പിക്കുക, ഭർത്താവിനെ കൊണ്ടോ മറ്റു ചോദിപ്പിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കുക. വളരെ പ്രായമുള്ള ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ഒരു അവരുടെ മകന്റെയോ അവന്റെ പേരക്കുട്ടിയുടെയോ മറ്റോ പ്രായമുള്ള ഒരാളോട് സംശയം ചോദിക്കുന്നതിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. അതുപോലെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരാൾ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നതിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. പക്ഷേ അത് എവിടേക്ക്, അതിന്റെ അതിരെവിടെ വിടുന്നു, അതിരെവിടെ പാളിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് ശ്രദ്ധിക്കണം നമ്മളേവരും. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇത് ഒരു ഭാഗമാണെങ്കിൽ ഈ വഴിയിൽ തെറ്റാൻ സാധ്യതയില്ലാത്ത ഒരുവനെ വേറൊരു വഴിയിലായിരിക്കും തെറ്റിക്കുക. ലൈംഗിക വിഷയങ്ങളിൽ വഴി തെറ്റാൻ സാധ്യത കുറഞ്ഞൊരുവനെ സാമ്പത്തിക വിഷയത്തിലായിരിക്കും ഒരാളെ പിശാച് തെറ്റിക്കാൻ ശ്രമിക്കും. സാമ്പത്തിക വിഷയത്തിൽ വളരെ ശ്രദ്ധയുള്ള ഒരാളെ ലൈംഗിക വിഷയത്തിലായിരിക്കും പിശാച് തെറ്റിക്കാൻ ശ്രമിക്കുക. ഓരോരുത്തന്റെ ദുർബലമാകുന്ന, അവൻ ദുർബലനായി പോകുന്ന, അവന്റെ കാൽ എവിടെ ഇടറും എന്ന് അവനെ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവനാണ് പിശാച്. കാരണം കൂടെയുള്ളവനാണ്. നമുക്ക് മുമ്പ് വലിയ വലിയ ഉമ്മത്തുകളെ നശിപ്പിച്ച അനുഭവ സമ്പത്തുള്ളവനാണ് അവൻ. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കതീറൻ അഫലം തകൂനു തഅഖിലൂൻ. നിങ്ങളിൽ നിന്ന് ഒരുപാട് തലമുറകളെ പിശാച് നശിപ്പിച്ചിട്ടുണ്ട്, വഴിതെറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ സൂക്ഷിക്കുന്നവരാവുക. അവർക്കുള്ളതാണ് സ്വർഗം. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അള്ളാഹുവിന്റെ ദീൻ സൂക്ഷിച്ചവർക്കാണ് സ്വർഗം. തൗഹീദ് സൂക്ഷിക്കുക, നിസ്കാരം സൂക്ഷിക്കുക. ഹാഫിദു അലസ് സ്വലവാതി സ്വലാത്തിൽ വുസ്താ. നിസ്കാരത്തിന്റെ കാര്യം സൂക്ഷിക്കുക, അസ്ർ നിസ്കാരത്തിന്റെ കാര്യം സൂക്ഷിക്കുക. കണ്ണും കാതും ലൈംഗികാവയവങ്ങളും നാവുമെല്ലാം സൂക്ഷിക്കുക.
എങ്കിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അവന്റെ കാവൽ ലഭിക്കുന്ന അവന്റെ മുഅ്മിനുകളായ അടിമകളിൽ, അവന്റെ വലിയകളാകുന്ന അടിമകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم انا نسالك فعل الخيرات وترك المنكرات وحب المساكين، وان تغفر لنا وترحمنا وتتوب علينا، واذا اردت بقوم فتنة فاقبضنا اليك غير مفتونين، ونسالك حبك وحب من يحبك وحب عمل يقربنا الى حبك. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.